നമുക്ക് സ്പ്രിംഗ് റോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാനല്ലാട്ട് ഉണ്ടാക്കുന്നത്, എൻ്റെ മോളാണ് ഉണ്ടാക്കുന്നത്, ലാവണ്യ. ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്ത് അവൾ തന്നെയാണ്. അതുകൊണ്ട് അവൾ പറയാണ് ഷേപ്പ്ലെസ് ഒക്കെ ആയിരിക്കും വെജിറ്റബിൾസ്, അതുകൊണ്ടൊന്നും വിചാരിക്കരുതൊന്നും. ഇതിൽ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ നീളത്തിലാണ് അരിയുക, അത് കാരണം കൊണ്ട് ഷേപ്പ്ലെസ് ഒന്നും അറിയാൻ പറ്റില്ല. ഇനി ഒരു സബോള നീളത്തിൽ കട്ട് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കാം. കൈ കൊള്ളാണ്ട് പക്കാനിട്ടോ. ആദ്യമായിട്ടാണ് അവൾ കുക്ക് ചെയ്യണത്, അത് കാരണം കൊണ്ട് നല്ല പേടിയൊക്കെ ഉണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. വെക്കേഷൻ ആയപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കുക്ക് ചെയ്യുന്നുണ്ട്, അവൾക്ക് മാത്രം ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഭയങ്കര പരാതിയായിരുന്നു. ഇന്നത്തോടുകൂടെ ആ പരാതി തീരാണ്. സബോള ഇത്രയും വഴണ്ടാൽ മതി. സബോള ഇങ്ങനെ എന്താ പറയുക, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി അടുത്ത പച്ചക്കറി ഇട്. ക്യാരറ്റും ബീൻസും മാത്രം ഇടാം. ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതാണ്. ബീൻസ് ഇത് രണ്ടാണ് വേവാൻ കുറച്ച് സമയം ഉള്ളത്, അതുകൊണ്ടാണ് അത് രണ്ടും ആദ്യം ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കുക. പച്ചക്കറികളൊന്നും ഒരുപാട് വേവണമെന്നില്ല ഈ സ്പ്രിംഗ് റോളിൽ. ചൈനീസൊക്കെ ശരിക്കും ഇത് പച്ചക്ക് തന്നെ ഇട്ടിട്ടാണ് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുക. നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിലാവുമ്പോൾ നമുക്കൊന്ന് വേവിച്ചതാണല്ലോ കൂടുതൽ ഇഷ്ടം, അത് കാരണം കൊണ്ട് നമ്മൾ വേവിക്കണമെന്നുള്ളൂ. തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ മതി, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. ഇപ്പോൾ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ട്, ലൈറ്റായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കാബേജും ക്യാപ്സിക്കം ചേർക്കും. കാബേജ് കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ അതിൽ സ്പ്രിംഗ് റോളിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നൂഡിൽസ് വേണമെങ്കിൽ നൂഡിൽസും വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കൊള്ളാണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി, പതുക്കാൻ ഇളക്കി, പുറത്ത് പോകാണ്ട് ഇളക്കി ഒന്ന് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പിടുക കേട്ടോ. ഒന്നൊന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഫുള്ളാക്ക്, 1 ടീസ്പൂൺ ഫുള്ള്. കുറച്ചും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മേലെ. ഉപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതി. ഒരു മുട്ട പൊട്ടിച്ചിട്ടൊക്കെ ഇടും, വേണ്ട. ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ് റോളിനുള്ള സ്റ്റഫിങ് റെഡി ആയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ എങ്ങനെ ആക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് മുമ്പ് ഉണ്ടാക്കി വെച്ചേക്കണ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഒന്ന് എടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം സ്റ്റഫിങ് അതിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ മൈദ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ ആക്കുക. ആ പേസ്റ്റ് 2 സൈഡിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് ഒന്നിങ്ങനെ മടക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും മടക്കുക. ഏറ്റവും നല്ല പേസ്റ്റ് മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കുക. അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വറക്കുമ്പോൾ അത് തുറന്നു പോകാണ്ടിരിക്കാനാണ്. അങ്ങനെ ടൈറ്റായിട്ട് മൂട് ചുരുട്ട്. അതേപോലെ നല്ല ടൈറ്റായിട്ട് നല്ല റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ടൈറ്റായിട്ട് മടക്കണം. ഇനി അറ്റത്ത് വേണ്ടു മൈദ തേക്ക്. അത് മടക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് മടക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. പതുക്കേനിട എണ്ണയിലേക്ക് കേട്ടോ.
കൊടുക്കുക. നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സൈഡൊന്ന് മുരിയുമ്പോൾ മറിച്ചിട്ട് കേട്ടോ. ആ ഒന്ന് മറിച്ചോ കൊടുക്കാനാണ്. ഇതില്ല അപ്പം മുരിയണം, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം, നല്ല മുരിഞ്ഞ് വരണം. ആ അങ്ങനെ ഈ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഒന്നും നോക്കണം ഒരു സൈഡ് കണ്ട. ആ ഇനി ഒന്നും കൂടെ ആ സൈഡ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് നോക്കിയെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. ഒന്നുകൂടെ മറിച്ചിട്ട് നോക്ക്. അപ്പോൾ രണ്ട് സൈഡും നല്ല മുരിഞ്ഞു കണ്ട. അപ്പോൾ നമുക്ക് എടുക്കാം. കണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സ്പ്രിംഗ് റോൾ. നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും, നല്ല ഈസിയാണ്. അതെ, ലാവണ്യാണ് എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ഓക്കെ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.